രാവിലെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു വ്യായാമ മുറിയിൽ ഏർപ്പെട്ടവരാണ്. അതിന്റെ കോർഡിനേറ്റർമാരും ട്രെയിനർമാരും സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ഇവിടെ കൂടിയത് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം അനിവാര്യമാണ്. ആ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ദിനേന പലതരത്തിലുള്ള വ്യായാമ മുറകളും പലരും പരിശീലിച്ചു പോരുന്നുണ്ട്, പലരും ചെയ്തു പോരുന്നുണ്ട്, കൃത്യമായി നിർവഹിച്ചു പോരുന്നുണ്ട്. പക്ഷെ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ വളരെ വർഷങ്ങളോളം എടുത്ത് സലാഹുദ്ദീൻ സാറ് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഈ മെക്സവൻ എന്നുള്ള വ്യായാമ മുറ വളരെ നല്ല റിസൾട്ട് ഇന്ന് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ അതിന്റെ ശാഖകൾ കൂടിയിട്ടുണ്ടെങ്കിൽ കൂടി കേരളത്തിൽ മൊത്തത്തിൽ തന്നെ ഇതിനെന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ആർക്കും ചെയ്യാൻ പറ്റാവുന്നതാണ്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഉതകുന്ന ഒന്നാണ്. നമ്മൾ അനുഭവിക്കുന്ന പല ശാരീരിക പ്രയാസങ്ങൾക്കും ഇത് ആശ്വാസമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. നമ്മുടെ ഏജും ആരോഗ്യവും ഒക്കെ അനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് അതിന്റെ പൂർണ്ണതയിലൊന്നും ചെയ്യാതെ നമ്മുടെ ആരോഗ്യത്തിന്റെയും ശരീരത്തിന്റെ ബലഹീനതയ്ക്ക് അനുസരിച്ചൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്തു നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഇത് ഒരു പൂർണ്ണ സംതൃപ്തി നൽകുന്ന അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ഒന്നായി ഇന്ന് ജനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു വ്യായാമ മുറയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. ഇത് കഴിയുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള ഒരു ഫിറ്റ്നസ്, ശരീരത്തിനൊരു സുഖമാണ്, സന്തോഷമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ രാവിലെ തന്നെ വന്ന് എല്ലാവരെയും കണ്ട് ഒന്ന് പരിചയപ്പെട്ട് അല്ലെങ്കിൽ പരിചയം പുതുക്കി സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് ഒരു മനസ്സിന് കുളിർമ നൽകി പോകുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമാണ്, നമ്മുടെ ശരീരത്തിന് സന്തോഷമാണ്, മനസ്സിന് സന്തോഷമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. നമുക്ക് ഇന്നത്തെ ഒരു ദിവസം, നാളെ പുലരുന്നത് വരെ ഈ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലും ശരീരത്തിലും നിലനിർത്തുമ്പോൾ നമ്മുടെ ജീവിതം സുഖകരമായി സന്തോഷകരമായി ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെ ഇടയിൽ നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ചുറ്റുപാടും ഒക്കെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ സുഖപ്പെടുത്തിക്കൊണ്ട് സന്തോഷപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ വീടിനുള്ളിൽ നിന്ന് ആ സുഖവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ നിലവിലുണ്ട്. ഞാൻ അതിനെപ്പറ്റി നിങ്ങളെ വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയും എല്ലാം വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ, ഒരു 10 അതിൽ കൂടുതലോ വാർത്തകളാണ് ഓരോ ദിവസവും നമുക്ക് ലഹരി സംബന്ധമായി നമുക്ക് ലഭിക്കുന്നത്. നാട്ടിൽ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു. അതുപോലെ നമ്മുടെ മക്കളൊക്കെ ഒന്നിനും പറ്റാത്ത രൂപത്തിലായിട്ട് അവരുടെ ജീവിതം തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കൊക്കെ വഴിമാറിപ്പോകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ സുഖത്തിലേക്കും സന്തോഷത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ ആ സുഖത്തിനും സന്തോഷത്തിനെയും ഒക്കെ നശിപ്പിക്കാവുന്ന രൂപത്തിൽ നമ്മുടെ വീട്ടിനുള്ളിൽ വേറൊന്ന് വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാൽ നാളെ ഈ സുഖവും സന്തോഷവും ഒക്കെ നശിക്കാൻ ഒരു നിമിഷം മതി. നമ്മളെ കേൾക്കുന്ന വാർത്തകൾ എങ്ങനെയാണ്? ഇന്ന് അച്ഛനെയും അമ്മയെയും ഒന്ന് കുത്തി മലർത്താൻ മടിയില്ലാത്ത മക്കള് നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. ഒരു മകൻ സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ്. അതുപോലെ അച്ഛനെ വയറ് കുത്തി കീറി കുടല് പുറത്തേക്കിടുകയാണ്. സ്വന്തം കൂടെ ഉറങ്ങിക്കിടക്കുന്ന 7ഉം 9ഉം വയസ്സുള്ള 2 അനിയന്മാരെ നേരം പുലർന്നപ്പം 17 വയസ്സുള്ള +2 പഠിക്കുന്ന കുട്ടി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് കാലഘട്ടം. ഇതിനേക്കാളൊക്കെ ഭയാനകമായ ഒന്ന്, ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ MDMA എന്ന് പറയുന്ന ഈ മാരകമായ സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ബ്രെയിനിനാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ അതില് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചിന്തകളെയും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിലാണ് ഈ MDMA വന്നിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ചിന്തയും ബുദ്ധിയും ഒക്കെ നേരെ പോകേണ്ടതിനെ അതിനെ വളഞ്ഞും തിരിച്ചും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുകയാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ രാത്രി ഈ മക്കൾ ഉറങ്ങിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റിട്ട് പോകുന്നത് ഉമ്മയുടെ പെങ്ങളെ അടുത്തേക്കാണ്, മറ്റുദ്ദേശത്തോടു കൂടി. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. ഒരു ഉമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞതാണ്, എനിക്ക് എന്റെ മകനെ കൊല്ലണം അല്ലെങ്കിൽ എന്നെ കൊല്ലണം. കാരണം എന്താ? ഈ ഉമ്മയുടെ അടുത്തേക്ക് രാത്രി സമീപിച്ചിട്ട് ഈ മകൻ ഉമ്മയെ വ്യഭിചരിച്ചു. ഉമ്മക്ക് ഇനി ആ മകന്റെ മുഖത്തേക്ക് നോക്കാൻ വയ്യ. മകനെ എനിക്ക് കാണണ്ട, അവനെ കൊലപ്പെടുത്തണം. അവനെ കൊലപ്പെടുത്താൻ നിങ്ങളുടെ നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ എന്നെ കൊലപ്പെടുത്തണം. കാരണം ഇവനെ ഇനി എനിക്ക് കാണാൻ പറ്റില്ല. കാരണം അത്രയും ക്രൂര കൃത്യമാണ് ചെയ്തത്. നമ്മുടെ മക്കൾക്ക്
നമ്മുടെ രക്ഷിതാക്കളുമായിട്ടുള്ള ആ ഒരു ബന്ധമുണ്ട്, നമ്മൾ നിലനിർത്തി പോകുന്ന ആ ബന്ധം, അതിനൊക്കെ വിള്ളലേൽപ്പിച്ചുകൊണ്ട്, വിഘാതം ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ ഈ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ ഉമ്മയെയും പെങ്ങളെയും അച്ഛനെയും അമ്മയെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ നമ്മുടെ മക്കളെ ബുദ്ധിയെ ഇങ്ങനെ മാറ്റിമറിക്കുന്ന ഈ ഒരു മാരകമായ വിപത്ത്, ഈ ലഹരി നമുക്കിടയിലൊക്കെ സുലഭമാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം. നമ്മൾ വിചാരിക്കുന്നു ഇത് നമ്മുടെ പ്രദേശങ്ങളിലല്ലേ, അതുകൊണ്ട് നമ്മളെ ബാധിക്കുന്നില്ല. നേരത്തെ നമ്മൾ അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കുട്ടികൾ കൂട്ടം കൂടി നിന്നുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിന്മകളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അവരല്ല ചെയ്യുന്നത്, ഞാൻ അറിയുന്ന മക്കളല്ല, അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരല്ല, എന്റെ അയൽവാസികളല്ല, ഞാൻ അറിയുന്നവരല്ല എന്നുള്ള നിലയ്ക്ക് എന്റെ വീടിന്റെ സമീപത്ത് അത് കണ്ടാലും നമ്മളതൊന്നും മൈൻഡാക്കാതെ നടന്നു പോയവരാണ്. ഇന്ന് നമ്മള് അത് തിരിച്ചറിയാണ്. അന്ന് നമ്മൾ മൈൻഡാക്കാതെ പോയ ആ സമയത്ത് ആ കൂടിയ കുട്ടികളുടെ കൂട്ടത്തില് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വിളി വരുമ്പോ നമ്മളവിടെ ചെന്ന് നോക്കുമ്പോ നമ്മുടെ മകനും ആ കൂട്ടുകെട്ടിൽപ്പെട്ട ആളുകളാണ് പോലീസ് സ്റ്റേഷനിൽ ഒരുമിച്ച് നിന്നത്. അന്ന് അത് നമുക്ക് തടയാൻ പറ്റിയെങ്കിൽ ഇന്ന് നമ്മുടെ മക്കളെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റാവുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇതാണ് ഇന്ന് സമൂഹത്തിന്റെ അവസ്ഥ. അത് എന്നെ ബാധിക്കുന്നതല്ലോ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ നാളെ അത് നമ്മളെ ബാധിക്കുന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ലഹരി സുലഭമാണ്, എല്ലായിടത്തും ഉണ്ട്. നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ വീടിനകത്ത് എത്തിയിട്ടുണ്ടെന്ന്. നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ എന്തായാലും ഇത് എത്തിയിട്ടുണ്ട്, വീടിന്റെ അകത്തേക്ക് കയറിയോ ഇല്ല എന്നുള്ളത് നമ്മൾ സംശയിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രക്കും ദുഷിച്ച ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഇതിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ശ്രമിച്ചേ മതിയാകും, നമ്മൾ ഇറങ്ങിയേ മതിയാകും. ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലൂടെ നാട് മാത്രമല്ല, നമ്മുടെ കുടുംബം മാത്രമല്ല, നാളെ ഈ നാടിന് ലഭിക്കേണ്ട, ഈ നാടിനെ സംരക്ഷിക്കേണ്ട, ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നാളത്തെ തലമുറ ഒന്നിനും പറ്റാത്തവരായി നാമാവിശേഷമാകുന്ന ഒരു സാഹചര്യം വരാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്തൊരു തലമുറ ഈ രൂപത്തിലായ പിന്നെ ഈ നാടിന്റെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ തലമുറ കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറ ഇതുപോലെ ഈ മാരകമായ ലഹരി മരുന്ന് ഉപയോഗിച്ചു അവരുടെ ബുദ്ധിയെയും ചിന്തയെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമൂഹമാണ് ഇവിടെ വളർന്നു വരുന്നതെങ്കിൽ നാളത്തെ അവസ്ഥ വളരെ ഭയാനകമാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ മക്കളെ, ഈ നാളത്തെ ഈ നാടിനെ നയിക്കേണ്ട, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട, നമ്മളെ പ്രായമാകുമ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ട ഈ മക്കളെ അതിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തണം, അവരെ തിരിച്ചു കൊണ്ടുവരണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. നമ്മൾ ഈ എക്സസൈസിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും പുഷ്ടിപ്പെടുത്തുമ്പോൾ, സന്തോഷപ്പെടുത്തുമ്പോൾ ആ സന്തോഷം എന്നെന്നും നിലനിൽക്കണം. നമ്മുടെ ജീവിതാവസാനം വരെ നിലനിൽക്കണമെങ്കിൽ ആ സന്തോഷത്തെ ഹനിക്കുന്ന ഒന്ന് നമുക്കിടയിൽ വളർന്നു വരാൻ പാടില്ല. അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ പ്രതിവിധികൾ ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ സംഘടനകളും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നുണ്ട്. ആ ബോധവൽക്കരണ ക്ലാസുകളൊക്കെ നമ്മൾ പോകേണ്ടതാണ്, അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതൊന്നും ഞാൻ ദീർഘിപ്പിച്ചു പറയുന്നില്ല, കാരണം ഒരുപാട് സമയമെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിനുള്ള എന്താണ് നമ്മുടെ മക്കളിലേക്ക് പോകാനുള്ള കാരണങ്ങൾ, പോയി കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണ്, ആ ലക്ഷണങ്ങൾ കണ്ടാൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം അതിന് അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ അതിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ തുടക്കത്തിലേക്ക് തന്നെ അത് പോയി കഴിഞ്ഞാൽ ആ ലക്ഷണങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മുടെ മക്കള് ഈ ഒരു 13 വയസ്സ് കഴിഞ്ഞാൽ ടീനേജ് കാലഘട്ടത്തിൽ ഒരുപാട് അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ കാണും. അപ്പൊ നമ്മൾ പല ക്ലാസ്സുകളിലെ പേഴ്സണാലിറ്റി ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ 13 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്. ചില മാതാപിതാക്കൾ വിചാരിക്കുന്നു ഈ മാറ്റങ്ങൾ രണ്ടും ഒന്നാണെന്ന്. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ആ മാറ്റങ്ങൾ രണ്ടും രണ്ടാണ്. ലഹരി ഉപയോഗിച്ചിട്ടുള്ള മാറ്റങ്ങള് തിന്മയിലേക്കുള്ള മാറ്റാണ്, അത് മോശമായ മാറ്റാണ്. എന്നാൽ കുട്ടികളുടെ ടീനേജിൽ ഉണ്ടാക്കുന്ന മാറ്റം കുട്ടികൾക്ക് പ്രായവും പക്വതയും എത്തി, ഉത്തരവാദിത്ത ബോധം എത്തി, എന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഞാൻ പ്രാപ്തനാണ് എന്ന രൂപത്തിലുള്ള മാറ്റമാണ്. എന്നാൽ ഈ ലഹരി ഉപയോഗിക്കുമ്പോണ്ടാകുന്ന മാറ്റം മറ്റൊരു മാറ്റമാണ്. അവൻ നേരത്തെ നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇന്ന് പഠനത്തിലേക്കുള്ള താല്പര്യം കുറഞ്ഞു. അതുപോലെ അവന്റെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾ കുറഞ്ഞു. നേരത്തെ കൃത്യമായി മുടിയൊക്കെ ചീക്കി വെച്ചിരുന്ന ആള് ഇന്ന് അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. നേരത്തെ ഉറങ്ങിയിരുന്ന ആള് ഇന്ന് നേരത്തെ ഉറങ്ങുന്നില്ല, ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത്, ലേറ്റ് ആയിട്ടാണ് ഉണരുന്നത്. അവരുടെ കൂട്ടുകെട്ട് മാറിയിട്ടുണ്ട്. അവന്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. പൈസക്ക് മുമ്പത്തേക്കാളും കൂടുതൽ ആവശ്യങ്ങളുണ്ട്. അവന്റെ കണ്ണ് ചുകന്നിരിക്കുന്ന ചില സമയങ്ങളിൽ. അതുപോലെ മുഖത്തെല്ലാം ഒരു മൂടിയായിട്ടുള്ള അവസ്ഥയാണ്. ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ ദർശിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അവനക്ക് മാറ്റങ്ങളുണ്ട്, ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ വളരെ കൃത്യമായി
കൃത്യമായി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നമ്മൾ ഇടപെടൽ നടത്തണം. പെട്ടെന്ന് തന്നെ ഇടപെടുമ്പോൾ ചിലപ്പോൾ അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ വിപരീത ഫലം ഉണ്ടാക്കും എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ഒരു സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും ഇന്ന് ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ദുഷിച്ച ഒരു സാഹചര്യം നമുക്കിടയിൽ നിലവിലുള്ളതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ മക്കളെയും ആ നിലയിലേക്ക് തന്നെ ഇതിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ വ്യായാമോ ആരോഗ്യമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് അവരവരുടെ ലഹരിയായിട്ട് അവരുടെ താല്പര്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യമായിട്ട് ഏറ്റെടുക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് പോകാതെ അവരെ തടയേണ്ടതുണ്ട്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ മക്കളെ സ്നേഹിക്കാത്ത ഒരു മാതാപിതാക്കൾ ഉണ്ടാവില്ല. അവര് നമ്മൾ പറഞ്ഞു നേരത്തെ ഇവിടെ താമരശ്ശേരിയിൽ ഒരു ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന മകനെ നമ്മൾ വാർത്ത കേട്ടതാണ്. ഈ ഉമ്മ പോലും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഉമ്മ കഴുത്തറക്കുമ്പോ കഴുത്ത് വെച്ച് കൊടുത്തിട്ട് മകനെ വേദന ഇല്ലാതെ അറക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഉമ്മമാരാണ്, അമ്മമാരാണ് നമ്മുടേത്. അത്രയ്ക്കും നമ്മൾ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ മക്കൾക്ക് അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനെ കുറ്റക്കാര് നമ്മളാണ്. നമ്മുടെ മക്കളെ അവരുടെ മാതാപിതാക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് മക്കൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ദോഷഫലം നമ്മളാണ് അനുഭവിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. ലോകത്ത് ആരെക്കാളും ഒരു കുട്ടിയെ സ്നേഹിക്കുന്ന അവന്റെ മാതാപിതാക്കളാണ് എന്ന് ആ മക്കളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കണം. നമ്മൾ മക്കൾക്ക് വേണ്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കും. അവരുടെ ഒരു ആവശ്യങ്ങൾക്കും നമ്മളൊരു കുറവും വരുത്തില്ല. നമ്മൾ പട്ടിണി കിടന്നിട്ടാണെങ്കിലും അവർക്ക് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ടൂർ പോകാനുള്ള കാശ് നമ്മൾ സമ്പാദിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ ടൂറിന് വിടുന്ന മക്കളാണ്. പക്ഷെ മക്കൾക്ക് അറിയുന്നില്ല എന്റെ മാതാവും എന്റെ പിതാവും എന്നെ ഇത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ മക്കൾ തിരിച്ചറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര് നമ്മളാണ്. അത് ഈ കുട്ടികളെ തിന്മയിലേക്ക് നയിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകും. നമ്മളെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം. നമുക്ക് പലപ്പോഴും മടിയാണ്. മക്കളെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഷെയ്ക്കൻഡ് കൊടുക്കാൻ മടിയാണ്, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു നെറ്റിയിലൊരു ഉമ്പ കൊടുക്കാൻ മടിയാണ്, അല്ലെങ്കിൽ ഒന്ന് നെഞ്ചിനോട് ചേർത്ത് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് ഹഗ് ചെയ്യാൻ നമുക്ക് മടിയാണ് നമ്മുടെ മക്കളെ. എന്തിനാതല്ല എന്നുള്ളതാണ്. എന്നാൽ അതെല്ലാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താവുന്ന മാർഗങ്ങളാണ്. അവർക്ക് നമ്മൾ കൃത്യമായി നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. ആ മക്കളെ ലോകത്ത് ആരെക്കാളും നമ്മുടെ സ്കൂളിൽ നിന്ന് പരിചയപ്പെടുന്ന നമ്മുടെ സുഹൃത്തിനെ നമുക്കൊരു പ്രയാസം വരുമ്പോ അവർക്ക് നമുക്കൊരു മുട്ടായി തരുന്നേ, അല്ലെങ്കിൽ എടാ നീ പേടിക്കണ്ട ഇതൊക്കെ കഴിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നു പറഞ്ഞിട്ട് മുട്ടായിയോ നാവിനടിയിൽ വെക്കാൻ വെക്കുന്ന സ്റ്റാമ്പോ മറ്റോ കാര്യങ്ങളോ തരുന്ന മക്കളെയാണ് ഒക്കെ അവൻ എന്നോട് സ്നേഹമാണ്, എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടാവുന്നതിനേക്കാളും വലിയ സ്നേഹം എനിക്ക് ഇവിടുന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞ് മക്കൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടാതെ പോകുന്ന ആ സ്നേഹം നമ്മൾ ഇന്നു മുതലെങ്കിലും നൽകാൻ തയ്യാറാവണം. നമ്മൾ വീട്ടിലുള്ള ഓരോ പ്രശ്നങ്ങളാണ് പലപ്പോഴും മക്കളെ ഈ തിന്മയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, മക്കളെ സ്നേഹിച്ചുകൊണ്ട്, മക്കളെ നന്മയുടെ പാതയിലേക്ക് നയിച്ചുകൊണ്ട് ഈ തിന്മയിലേക്ക്, ലഹരി എന്നുള്ള ഇന്ന് നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്തിലേക്ക് മക്കൾ മാറിപ്പോകാതെ അവരെ നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നല്ല മക്കളായി വളർത്താൻ നമ്മൾ ശ്രമിച്ചാൽ നാളെ നമ്മുടെ കുടുംബം രക്ഷപ്പെടും, നമ്മുടെ നാട് രക്ഷപ്പെടും, അടുത്ത തലമുറയും രക്ഷപ്പെടും. അതിന് സാധിക്കട്ടെ. ഈ ഒരു ലഹരിക്കെതിരായിട്ടുള്ള ചെറുതായിട്ടുള്ള ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ മെക്സവൻ തയ്യാറായതിന് ഈ ടീം അംഗങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.